ഫുഡ് കൊടുത്തു, വേണ്ടതെല്ലാം കൊടുത്തു, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നം. വളരെ സമർപ്പണത്തോടുകൂടി തീരുമാനമെടുത്തവർ പോലും പറഞ്ഞു, ഇത് കട്ടിയായ വചനം, ആർക്കിത് അനുസരിക്കാൻ പറ്റും? ഗിരിപ്രഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞ് വളരെ യാത്ര ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ, അപ്പോൾ എത്ര ദിവസം വരെ ഇരിക്കാൻ റെഡിയാണ്? കാര്യം യേശുവിൻ്റെ അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? യുവർ നീഡ്സ്, നിൻ്റെ ആവശ്യങ്ങൾ നിറവേറും. ഇപ്പോഴും ദേവദാസന്മാരുടെ പ്രസംഗ വിഷയം എവിടെ നിൽക്കുക? ആ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ നിൽക്കുക. ക്രൂശിൻ്റെ അടുത്തോട്ടൊന്നും വന്നിട്ടില്ല. ആ ഫസ്റ്റ് ഡേയിൽ നിൽക്കുക. യുവർ നീഡ്സ്, സൗഖ്യം വേണോ? യേശുവിൻ്റെ അടുത്ത് വന്നാൽ മതി. ആഹാരം വേണോ? യേശുവിൻ്റെ അടുത്ത്. ഉടുപ്പ് വേണോ? ഭവനം വേണോ? വാഹനം വേണോ? കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. അപ്പം ഈ നീഡ്സിൻ്റെ വിഷയത്തിൽ നിൽക്കുക. ജാതികളും ആത്മാക്കളെ സേവിക്കുന്നത് എന്തിനാ? ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി. നീഡ്സ്, വേൾഡ്ലി നീഡ്സ്. ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധം അവരും അവരുടെ മൂർത്തിയുമായിട്ടുള്ള ബന്ധം പോലാണെങ്കിൽ പിന്നെ എന്തിനാ ദൈവമക്കളെ രക്ഷിക്കപ്പെട്ടത്? അതിനാണോ നമ്മളെ വിളിച്ചത്? അതിനാണോ ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ മുഖത്ത് തുപ്പി നഗ്നനായി ഈ വിലയെല്ലാം കൊടുത്തത് എൻ്റെ ആവശ്യങ്ങൾ നിറവേറാനാണോ? എൻ്റെ ഭൗമിക ലോകത്തിൽ ഈ താൽക്കാലിക ജീവിതത്തിൽ ആവശ്യം, അതോ എൻ്റെ അഹത്തെ മനുഷ്യനെ പണിയാനാണോ? ബൈബിൾ വ്യക്തമായി പറയുന്നു, മനുഷ്യപുത്രൻ വന്നത് നിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ദ സൺ ഓഫ് മാൻ ഓർ സൺ ഓഫ് ഗോഡ് ഹാസ് കം ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഫ്ലഷ് ഇൻ അസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു തീം എഴുതി വെച്ച് ആരെങ്കിലും കൺവെൻഷൻ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മീറ്റിങ്ങിന് വന്നാൽ, യേശുവിൻ്റെ അടുത്ത് വന്നാൽ വയറ് നിറച്ച് വിടും എന്നുള്ളത് വേറെ ഭാഗമാണ്. പക്ഷെ വയറ് നിറയാനല്ല യേശുവിൻ്റെ അടുത്ത് വന്നത്. യേശുവിൻ്റെ അടുത്ത് വരുന്നത് എന്തിനായിരിക്കണം? നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഓരോന്ന് അഴിപ്പാൻ. പാരമ്പര്യ സ്വഭാവങ്ങൾ അഴിപ്പാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വളരെ കൃപ വേണം, അതിനനുസരിക്കാൻ ഒരു മനസ്സ് വേണം, അതിന് താഴ്മ വേണം. ഓരോ തീരുമാനം എടുക്കുമ്പോൾ ഇളകും പിശാച് എന്ന് പറയുമ്പോൾ എന്തുവാ ശരിക്കും എൻ്റെ ഉള്ളിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് എക്സ്റേ കണ്ണിൽ കൂടെ നോക്കുക. എൻ്റെ ഉള്ളിൽ നടക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ജഡത്തിൻ്റെ പ്രവൃത്തി കുറേ നാളായിട്ട് പോകുന്നില്ല. എൻ്റെ ഒരു പാരമ്പര്യ സ്വഭാവമായി അതെവിടെ പാത്തിരിക്കുന്നത്? അത് ആ ജഡത്തിൽ ഒരു വെളിച്ചം പ്രവേശിക്കാതെ ഞാൻ തന്നെ അതിനെ അവിടെ വെച്ചിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട്. അപ്പം വെളിച്ചം അങ്ങോട്ട് കടത്തി വിടാത്ത ഒരു അന്ധകാരമുള്ള ഭാഗത്തിൽ പിശാച് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ പഴയ സ്വഭാവമോ ജഡിക സ്വഭാവമോ ദൈവത്തിന് പ്രസാദമല്ലാത്ത, പലപ്പോഴും അത് നിമിത്തം കർത്താവിന് പ്രശ്നമായി തീരുന്ന ഈ ജഡ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അപ്പോൾ ആ ഏരിയയിൽ വെളിച്ചം കയറാൻ അനുവദിക്കുമ്പോൾ പിശാചിന് പിന്നെ അവിടെ ഇരിക്കുവാൻ, അന്ധകാരമുണ്ടെങ്കിൽ പിശാചിന് ഇരിക്കാൻ പറ്റും, പിശാചിന് പിന്നെ അവിടെ ഇരിക്കുവാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ലെന്നേ. അപ്പോൾ പിശാച് പോയാലേ പറ്റും. പിശാചിനൊരു സ്വഭാവമുണ്ട്. അതിന് യേശു ഭൂതത്തെ വിട്ടാലും, ഞാനോ വേറെ ഏത് ദൈവദാസനും ഭൂതത്തെ ഇറക്കി വിട്ടാലും അതൊരു പണി ചെയ്തിട്ടേ പോകത്തുള്ളൂ.